ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി വളരെ മികച്ച ഒരു മത്സരം കാഴ്ചവെക്കുകയും ഏതാനും വാർഡുകളിൽ വിജയിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജനങ്ങളുടെ ഉന്നമനം, ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ട് BJP പ്രവർത്തിക്കുമ്പോൾ ഇരു മുന്നണികളും ആ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവരെ ട്രാപ്പിലാക്കുകയാണ്. ജനങ്ങളെ ട്രാപ്പിലാക്കുകയാണ് ഇവർ രണ്ട് മുന്നണികളും ചെയ്യുന്നത്. നഗരസഭയിലേക്ക് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികൾ, അതുപോലെ BJPയുടെ ഭാരവാഹികൾ ഒക്കെ നമ്മോടൊപ്പം ഉണ്ട്. ഇവിടെ LDF-ഉം UDF-ഉം ആണ് പ്രധാനമായും മത്സരരംഗത്ത് ഉണ്ടാവുക എന്നത് വസ്തുതയാണ്. പക്ഷേ BJPക്ക് പെരിന്തൽമണ്ണയുടെ പല ഭാഗങ്ങളിലും അതുപോലെ ചുറ്റുവട്ടത്തൊക്കെ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒട്ടേറെ വികസന പദ്ധതികൾ രാജ്യത്തെല്ലായിടത്തും എത്തുമ്പോൾ അത് പെരിന്തൽമണ്ണയിലും എത്താറുണ്ട്. എല്ലാ ആളുകളും ഇന്ന് രാഷ്ട്രീയമായും അല്ലെങ്കിൽ മറ്റു രീതിയിലും ചിന്തിക്കുമ്പോഴും സഹായങ്ങൾ എത്തുന്നത് എവിടെ നിന്നാണെന്ന് ചിന്തിക്കാതിരിക്കില്ല. അപ്പോൾ ഉറപ്പായിട്ടും BJPക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. BJP നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാനുള്ള തീരുമാനത്തിലാണ്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ, അതുപോലെ സെക്രട്ടറി അഡ്വക്കേറ്റ് സൂരജ് ഉണ്ട്, പിന്നെ BJPയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ശിവദാസൻ ചേട്ടനുണ്ട്. അപ്പൊ എല്ലാവരെയും അറിയാം. സ്ഥാനാർത്ഥികൾ നമ്മോടൊപ്പം ഉണ്ട്. BJP ഇതുവരെ ഇവിടെ ഈ പെരിന്തൽമണ്ണ നഗരസഭയിൽ നല്ല മത്സരം നടത്തിയിട്ടുണ്ട്. പക്ഷെ LDF-ഉം UDF-ഉം ആണ്. പിന്നെ LDF-ന്റെ ഒരു ഉരുക്കുകോട്ട എന്നാണ് അവർ പറയുന്നത്. UDF അവരുടേതായ പോക്കറ്റുകളിൽ വിജയിക്കുന്നു. ഇത്തവണ UDF പറയുന്നത് പിടിച്ചെടുക്കും, LDF പറയുന്നത് കോട്ട ഇളക്കാൻ സമ്മതിക്കില്ലെന്ന്. പക്ഷെ BJP നല്ലൊരു മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ ഈ പെരിന്തൽമണ്ണ നഗരസഭയിലും ചുറ്റുവട്ടത്ത് പഞ്ചായത്തുകളിലൊക്കെ മത്സര രംഗത്തുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് BJPയുടെ? ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി വളരെ മികച്ച ഒരു മത്സരം കാഴ്ചവെക്കുകയും ഏതാനും വാർഡുകളിൽ വിജയിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഇതിന് മുമ്പേ വിജയിക്കേണ്ടതായിരുന്നു. പക്ഷെ ഒരു BJPയുടെ സ്ഥാനാർത്ഥി വിജയിക്കാൻ തക്ക ഒരു മോഡ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ LDF-ഉം UDF-ഉം ചേർന്ന് അവിടെ ഒരു കൂട്ടുകക്ഷി ഉണ്ടാക്കുകയും അതിനെ ആ BJP ഒരിക്കലും വിജയിക്കരുത് എന്നുള്ളൊരു അജണ്ട അവിടെ സെറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വിജയം ഉണ്ടാവാതിരിക്കുന്നത്. BJP എല്ലാ കാലത്തും ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ ശിവദാസേട്ടൻ നിൽക്കുന്നുണ്ട്, മനോജ് നിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ. എല്ലാ കാലത്തും ഫൈറ്റ് ചെയ്ത് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ ഉന്നമനം, ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ട് BJP പ്രവർത്തിക്കുമ്പോൾ ഇരു മുന്നണികളും ആ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവരെ ട്രാപ്പിലാക്കുകയാണ്. ജനങ്ങളെ ട്രാപ്പിലാക്കുകയാണ് ഇവർ രണ്ട് മുന്നണികളും ചെയ്യുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയാണ് യഥാർത്ഥ ജനങ്ങൾക്ക് വേണ്ടി ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. പക്ഷേ ജനങ്ങൾ അവരെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചാലും ഈ കുറുമുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതി ഇവിടെ പെരിന്തൽമണ്ണയിലുണ്ട്. പെരിന്തൽമണ്ണയിൽ രണ്ട് കൂട്ടരും ഒന്ന് തന്നെയാണ്. വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറം പോയി കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടരും ഒരമ്മ ഒറ്റ മക്കളെ പോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ BJP ഒരു ദേശീയ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് കൃത്യമായ ജനക്ഷേമ പരിപാടികൾ, കേന്ദ്ര സർക്കാരിന്റെ ഒരു ജനക്ഷേമ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ട് വരുന്ന MLA ഇലക്ഷനിൽ ഇവിടെ സീറ്റുകൾ BJPക്ക് ഉണ്ടാവുകയും ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് കേരളത്തിൽ വരികയും ചെയ്യും. BJPന്റെ സെറ്റപ്പിൽ ഇവിടെ വരികയും ചെയ്യുന്ന ഒരു സ്വപ്നമാണ് ഇവിടെ BJPക്ക് ഉള്ളത്. അപ്പൊ ആ കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായ നടപടികളുമായി BJPയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഇപ്പൊ ഇവിടെയുള്ള മണ്ഡല നേതൃത്വവും ഒരൊറ്റ ചിന്താഗതിയിൽ പ്രവർത്തിച്ച് ഒരു ആസൂത്രിതമായിട്ട് മുന്നോട്ട് പോവാണ്. ഇത് ജനങ്ങളുടെ ക്ഷേമം എന്നുള്ളത് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. അപ്പോൾ ജനങ്ങളുടെ ക്ഷേമത്തിനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യും. പിന്നെ ഇപ്പൊ പ്രബുദ്ധരായ ജനങ്ങളോട് നമ്മൾ ഈ വോട്ടിന് വേണ്ടിയിട്ട് യാചിക്കേണ്ട ആവശ്യമില്ല. ഭാരതീയ ജനതാ പാർട്ടി ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാവും. ആ വോട്ട് നമ്മുടെ കോൺഫിഡൻസ്, ഈ പ്രവർത്തകരുടെ കോൺഫിഡൻസ് ആണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പുതിയൊരു യുഗം പിറവി ഉണ്ടാവുക. ഇവിടെ പെരിന്തൽമണ്ണയിൽ നമുക്ക് കിട്ടുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. അത് ഇരു മുന്നണികളെയും കള്ളത്തരങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ആരോടുമില്ല പ്രീണനം, ആരോടുമില്ല വിവേചനം, സബ്കെ സാത്ത് സബ്കെ വികാസ് എന്നുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ മുദ്രാവാക്യം തന്നെയാണ് ഇവിടെ ഈ പെരിന്തൽമണ്ണയിൽ നമ്മൾ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്കിപ്പോ 15 സീറ്റിലാണ് നിങ്ങൾ മത്സരിക്കുന്നത്, വാർഡുകളിലാണ്. നിങ്ങൾക്ക് ഇവിടെ എത്ര വാർഡുകളിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾക്ക് ഇവിടെ 4ഓളം വാർഡുകളിൽ വിജയിക്കാൻ നല്ല സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. 4 വാർഡുകൾ ഞങ്ങളോട് വിജയിക്കാൻ ശക്തമായിട്ടുള്ള സാധ്യതയുണ്ട്. കൂടെ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നരേന്ദ്രമോദി കാശ്മീരിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഒരു വോട്ടിന് AK-47 ബുള്ളറ്റിനേക്കാൾ പവർ ഉണ്ട് എന്നുള്ളത് നരേന്ദ്രമോദി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് കാശ്മീരിലടക്കം ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമ ഹരിത പതാക പാറി കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ പെരിന്തൽമണ്ണയെ സംബന്ധിച്ച് എത്രയോ സാധ്യതകളുണ്ട്. കാരണം നമുക്കറിയാം ഇവിടെ ചില വാർഡുകളിലൊക്കെ ഇപ്പോ വിമതരായിട്ടുള്ള ആളുകൾ നിന്ന് മത്സരിക്കുന്നുണ്ട്. അവരൊക്കെ മറ്റു മുന്നണികളുടെ ഭാഗമായിരുന്ന ആളുകളായിരുന്നു. എന്തുകൊണ്ടാണ് അവർ വിമതരാകുന്നത്? അവർക്ക് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധ്യതകളെ കുറിച്ച് അറിയാം. അപ്പൊ ആ സാധ്യതകളുമായിട്ട് അവർ ചർച്ച ചെയ്യപ്പെടും.
അത് അവർ ആ സാധ്യത മുതലാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് പല ആളുകളും അതിനുള്ള പ്രവർത്തനങ്ങളോട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ഒരു പ്ലാനോട് കൂടി മുന്നോട്ട് പോകും. ഇവിടെ വിജയിക്കാൻ സാധ്യതയുള്ള 4 വാർഡിലും ശക്തമായ പോരാട്ടം നടത്താൻ, ത്രികോണ മത്സരം നടത്താൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവും. അതിനുള്ള എല്ലാ പിന്തുണയും. ആ വാർഡുകൾ ഒന്ന് 16-ാം വാർഡ്, മനോജ് മത്സരിക്കുന്ന വാർഡ് 16-ാം വാർഡ്, ഒന്ന് 18-ാം വാർഡ്. പിന്നെ ഇനി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കാരണം ഇത് എന്താ വെച്ചാൽ ഈ 2 വാർഡുകൾ ഞാൻ പറഞ്ഞു ഇതന്നെ ഇതല്ല. പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ പദ്ധതികൾ ആ വാർഡിലെ നിങ്ങളുടെ പ്രവർത്തകർക്ക് ഒന്നുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയുമല്ലോ. നിങ്ങൾ പ്രതീക്ഷ വെക്കുന്ന 4 വാർഡുകൾ ഞാൻ ചോദിച്ചതിന്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, ആ വാർഡുകളിലെ പ്രവർത്തകർക്ക് ഒന്നുകൂടി ഊർജ്ജസ്വലത വരും. പ്രവർത്തന മേഖലയിൽ ഇനി പ്രവർത്തിക്കുമ്പോഴാണല്ലോ ജനങ്ങൾ നിങ്ങളെ കൂടുതൽ അടുത്തറിയുക. നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഈ പെരിന്തൽമണ്ണയിൽ നേരത്തെ വിമതരുടെ കാര്യം പറഞ്ഞ പോലെ ആരെങ്കിലും നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ, ഇപ്പൊ നിങ്ങൾ NDAയുടെ ഭാഗമാണ്, ആരെങ്കിലും നിങ്ങളെ പിന്തുണയ്ക്കാൻ തയ്യാറായി വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി അറിയാനൊരു താല്പര്യമുണ്ട്. അല്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങളൊരു ചർച്ചയിൽ കൂടെ മുന്നോട്ട് പോകും. അത് ലാസ്റ്റ് നിങ്ങൾ ഈ വഴിയെ മനസ്സിലാവും. കാരണം ഭാരതീയ ജനതാ പാർട്ടി ഇമ്പോർട്ടൻസ് ഇവിടെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് ആണ്. കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, അവരുടെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ നിവൃത്തിയില്ലാതെ വ്യക്തികളുടെ സാമ്പത്തികമായ കാര്യങ്ങളും വ്യക്തികളുടെ താല്പര്യങ്ങളും അനുസരിച്ച് മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അവർ നടത്തുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ചെറുതാണെങ്കിൽ പോലും ശക്തമായ പ്രവർത്തനമാണ് വരുന്നത്. കാരണം എന്താ, ഇതൊരു ദേശീയ കാഴ്ചപ്പാടുള്ള കൃത്യമായി രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഫോർമുല തുറക്കാൻ കഴിയുക BJPക്ക് മാത്രമാണ്. മറ്റുള്ളവർക്ക് രാഷ്ട്രീയ ഫോർമുല തുറക്കാൻ കഴിയില്ല, അവർക്ക് ആദർശങ്ങൾ കൊണ്ട് പോരാടാൻ കഴിയില്ല. കാരണം എന്താ, ആദർശം കൊണ്ട് പോരാടാൻ പറ്റുന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ NDAയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കാണ്. അതെന്താ കാരണം വെച്ചെങ്കിൽ റെലവന്റിറ്റി, ഒരു മുദ്രാവാക്യത്തിന് റെലവന്റിറ്റി, അത് കാലങ്ങളായി വിളിച്ച മുദ്രാവാക്യം കൃത്യമായി വിളിച്ച് ജനങ്ങളോട് ഇപ്പോഴും പറയാൻ തന്റെ ഇടമുള്ള ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. മറ്റുള്ളവർ ജനങ്ങളെ ചൂഷണം ചെയ്ത് പറ്റിച്ച് മുന്നോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ കൃത്യമായി ജനക്ഷേമ പദ്ധതികളായിട്ട്, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ മനസ്സിലാവും, NH റോഡുകൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെയുള്ള ജനങ്ങളുടെ ഈ ഇപ്പൊ കാർഷികമായിട്ടുള്ള സംവിധാനങ്ങളുടെ സഹായങ്ങളായി മനസ്സിലാവും, സ്വച്ഛ് ഭാരത് മിഷന്റെ കാര്യങ്ങളെടുത്താൽ മനസ്സിലാവും. തീർച്ചയായും PMKSY പദ്ധതിയിൽ ഏകദേശം ഈ പെരിന്തൽമണ്ണയിൽ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രാവിഷ്കരണ പദ്ധതിയിൽ ചെലവിട്ടത്. അതൊക്കെ അതുകൂടാതെ പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ടുകൾ ഈ പെരിന്തൽമണ്ണ മേഖലയിൽ ചെലവഴിച്ച് കാർഷിക മേഖലയിൽ, കുടിവെള്ള മേഖലയിൽ, നീർത്തട സംരക്ഷണം ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ ഒട്ടേറെ കോടിക്കണക്കിന് ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പ്രചരണ രംഗത്ത് ഒരു ആയുധമാക്കാം, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ലേ എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും കഴിയും. പക്ഷെ ഇവിടെ വേറെ സിദ്ധാന്തമുണ്ട്. അതായത് സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി സഞ്ചരിക്കും എന്നുള്ള സിദ്ധാന്തമുണ്ട്. ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിലടക്കം നുണപ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. BJPക്കാരൻ പറയുന്ന സത്യത്തെ മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് തന്നെ നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാ പദ്ധതികളും നോക്കാം. ഇവിടെ ഈ മുനിസിപ്പാലിറ്റി യാതൊരുവിധ കേന്ദ്ര പദ്ധതികളെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല പദ്ധതി ലാപ്സാക്കി വിടുന്നു. അതേമാതിരി തന്നെയാണ് ഒരു കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കാൻ പോലുള്ള മനസ്സിന്റെ വ്യാപ്തി ഇല്ലാത്ത, വളരെ റിജിഡ് ആയിട്ടുള്ള ചിന്താഗതിയുമായി നടക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവിടെ ഉണ്ടാവുന്നത്. വിശാല രാഷ്ട്രീയം വേണം. ജനങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. അല്ലാണ്ട് അതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഇവിടെ വിഷലിപ്തമാക്കുന്നത് ഇരുമുന്നണികളുമാണ്, UDF-ഉം LDF-ഉം ആണ്. BJP തുറന്ന ചിന്താഗതിയാണ്. BJP ഒരു പുതുയുഗ പിറവിയുടെ സൂര്യനെ പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. അവർക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. ജനങ്ങളുടെ മുമ്പിൽ എല്ലാം തുറന്നു പറയാനും തുറന്നു പ്രവർത്തിക്കാനേ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ ഇതിൽപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളും സാധാരണക്കാരാണ്. ഒരാളും ഇവിടെ ജനങ്ങളെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കിയ ആൾക്കാരല്ല. കൂലിപ്പണി തയ്യലിന്റെ ആൾക്കാര്, കൂലിപ്പണി എടുക്കുന്ന ആൾക്കാര്, ഇവർ സ്വന്തം പ്രയത്നത്തെ, ഇവിടെ കോംപ്രമൈസ് ഇല്ല. ഞങ്ങളൊരു ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒപ്പം നിൽക്കുകയാണ്, ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഇരു മുന്നണികൾക്കും കൊടുക്കുന്നത്. ഇവിടെ മികച്ച ജനസേവകരാവാൻ കഴിയുന്ന ആളുകളെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളതെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ അവരൊക്കെ ജനങ്ങൾക്ക് വേണ്ടി നേരത്തെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഓടിയെത്തുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തിട്ടുള്ള ആളുകളാണെന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ ഇവരൊക്കെ മത്സര രംഗത്തേക്ക് വരുമ്പോൾ നല്ലൊരു പോരാട്ടം തന്നെ ആയിരിക്കും നിങ്ങളും കാഴ്ചവെക്കുക. ആ കാഴ്ചവെക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു 4 വാർഡുകൾ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്ന്. ഓരോ കാലങ്ങളിലും മാറി മാറി വരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വോട്ടിംഗ് പാറ്റേൺ കൂടിയിട്ടുണ്ട്. ആ കൂടി വരുന്നത് നിങ്ങൾക്ക് വലിയൊരു നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പുറം ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ തോട്ടക്കര 34-ാം വാർഡിലുള്ള നമ്മുടെ തോട്ടക്കരയിലെ പ്രവർത്തനങ്ങൾ, അവിടെ ജനങ്ങളുടെ ഇടയിൽ കൃത്യമായിട്ട് അതൊരു ചർച്ചാ വിഷയമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ ഏറ്റവും മുൻപന്തിയിൽ പ്രചരണം ഭാരതീയ ജനതാ പാർട്ടിയാണ് നടത്തിയിട്ടുള്ളത്. അതേമാതിരി 16-ാം വാർഡില്
ഭാരതീയ ജനതാ പാർട്ടിയാണ് മുൻപന്തിയിൽ പ്രചരണം നടത്തിയിട്ടുള്ളത്. അത് പണക്കൊഴുപ്പിന്റെ മേലെയല്ല, ജനങ്ങളുടെ ആ അർപ്പണ ബോധത്തിലാണ് ഉണ്ടാവുന്നത്. ആ ജനങ്ങൾ അത്ര അധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് അത് ഉണ്ടാവുന്നത്. ജനങ്ങളുടെ ആഗ്രഹമുണ്ട്. ഇവിടെ പൂച്ചയ്ക്ക് ആര് മണി കെട്ടുന്നുള്ളതാണ് ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം. ആ പൂച്ചയ്ക്ക് മണി കെട്ടാനുള്ള ആളുകളാണ് ഇത് അവിടെ നിൽക്കുന്ന സാധാരണക്കാരായ ആളുകൾ. ഇവർ തീർച്ചയായിട്ടും ഇവിടെ ഗെയിം ചേഞ്ചറായി പ്രവർത്തിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ടുള്ള ഒരു ആശയ പ്രചരണം നടത്തിക്കൊണ്ട് ജനക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കാനും ഈ നഗരസഭയിലേക്ക് കയറി വന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പുതിയ വെളിച്ചം തുറക്കാനും തയ്യാറാവുമെന്നുള്ളത് നല്ല പ്രതീക്ഷ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളിപ്പോ പ്രചരണ രംഗത്ത് ആദ്യമൊക്കെ നിങ്ങൾ വീടുകളിലൊക്കെ പോയല്ലോ, നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം, നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വലിയ പദ്ധതികൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം എന്തൊക്കെയായാലും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒരു കോടിക്കണക്കിന് രൂപ ഇവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം എന്താണ്? ജനങ്ങൾക്ക് വളരെ നല്ല പ്രതികരണമല്ലേ. എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ BJP-ക്കാർ എന്തേ വരാത്തു, കാത്തിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു ഈ ജനാധിപത്യ സങ്കീർണതകളിൽ പെടാൻ കഴിയാത്ത കുറെ ആളുകളുണ്ട്, പാവപ്പെട്ട ആളുകളാണ്. ഇവരൊക്കെ തന്നെ ഇതിന്റെ യഥാർത്ഥ ചൂട് അറിയുമ്പോൾ, ഈ സങ്കീർണതകൾ അറിയുമ്പോഴാണ് ഇവർക്കൊക്കെ പുറകോട്ട് പോകാനുള്ള ഒരു ഇതുണ്ടാവുന്നത്. പക്ഷെ ഇവിടെ നിൽക്കുന്നവർ എല്ലാറ്റിനെയും അതിജീവിച്ച് നിൽക്കുന്ന ഒരു ക്രീം ടീമാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇതിവിടെ വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആര് വരും? പിന്നെ ഈ വരുന്നവരെ ഇവിടെ അറിയാലോ, LDF-ന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭീഷണി സമ്പ്രദായവും, പിന്നെ UDF-ന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ആളുകളെ ലോൺ കൊടുക്കുക, മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചു കൊണ്ടുള്ള വന്നിട്ടുള്ള ടീമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇരു മുന്നണികളുടെയും ഈ ഒരു ഭീഷണിനെയൊക്കെ അതിജീവിച്ച് വരണം ഇവിടെ വരണമെങ്കിൽ. ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വെളിച്ചം എല്ലാവരും എത്തിക്കഴിഞ്ഞു. കാരണം എന്താ, ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. ഒരാൾക്കും ഒരു സത്യത്തെയും മറച്ചു വെക്കാൻ കഴിയില്ല. ഇപ്പൊ ചെറിയൊരു സത്യത്തെ 100 നുണകൾ കൊണ്ട് മറയ്ക്കാനുള്ള തത്രപ്പാടിലാണ് ഇവിടെയുള്ള ഇരു മുന്നണികളും. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും നമുക്കറിയാം, ഇത്തരം കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഒരു മുന്നേറ്റത്തെ തടുക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം നരേന്ദ്രമോദിയുടെ ഒരു പുതുയുഗം ഇവിടെ പിറന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ പെരിന്തൽമണ്ണയിലുള്ളവർക്ക് അത് ആവശ്യമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി എത്തേണ്ടടുത്ത് അത് എത്തി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകും. ഇനി ഞങ്ങൾക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ചെറിയ ഫോഴ്സേ ഉള്ളൂ ഇവിടെ പെരിന്തൽമണ്ണയില്. ഞങ്ങൾ ഒരിക്കലെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വരാതിരുന്നു എന്നുള്ള പരിഭവം ആർക്കുണ്ടാവരുത്. അത് സാധിക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ചില ആളുകൾ പരിമിതി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ജനങ്ങളുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവും. പരമാവധി പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് ഒരു ഗെയിം ചേഞ്ചറായി മാറും, ഷുവറാണ്. ഏതായാലും BJP വലിയ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. പെരിന്തൽമണ്ണയിലെ 15 വാർഡുകളിലാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും ഓരോ സ്ഥലങ്ങളിലും BJP തുടക്കമിടുന്നു. കാലക്രമേണ BJP വലുതാകുന്നു, ആഘോഷത്തോളം വലുതാകുന്നു. പല സംസ്ഥാനങ്ങൾ ആദ്യമൊക്കെ പണ്ട് BJP ഇന്ത്യയിൽ വളരെ ചുരുക്കമായിരുന്നു. BJP ഇന്ന് കേന്ദ്രം ഭരിക്കുന്നു, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. BJP ഇന്ന് ഏറ്റവും വലിയ പാർട്ടി കൂടിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ BJP ആണെന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത്രയും വലിയ ഒരു രാഷ്ട്രീയ കക്ഷി, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി, ഈ പെരിന്തൽമണ്ണ നഗരസഭ പിടിക്കാൻ തുടക്കമിടാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും ജനസേവകരായ, ഏറ്റവും ജനങ്ങളുമായി അടുത്തിടപഴകുന്ന 15 സാരഥികളെയാണ് ഇത്തവണ മത്സര രംഗത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അവരിൽ 4 പേര് വിജയിക്കുമെന്ന് ശുഭപ്രതീക്ഷ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ ചേട്ടൻ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും അവരുടെ പ്രതീക്ഷ, അവരുടെ പ്രവർത്തനം വിജയിപ്പിക്കേണ്ടത് ജനങ്ങളാണ്. അവരുടെ പ്രവർത്തനവും കേന്ദ്ര സർക്കാരിന്റെ വലിയ വലിയ പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നതൊക്കെ വിലയിരുത്തേണ്ടതും ജനങ്ങളാണ്. BJP-യെ വേണമോ, LDF-നെ വേണമോ, UDF-നെ വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അപ്പോൾ ആര് വേണം, ആര് വാഴണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആര് വേണമെന്ന് ജനം തീരുമാനിക്കട്ടെ. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഓഫർ. സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും. പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 0% ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. വിസിറ്റ് ടുഡേ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ.